Today, we are going to discuss list sorting, reversing, and how to find the smallest element and largest element in a list. Before that, we can have a look at what is a list. A list is the collection of items in a specific order. ഒരു specific order ഉള്ള items in a collection ആണ് list എന്ന് പറയുന്നത്. Okay, and it will be arranged in consequent memory location. Consequent memory location ആണ് arrange ചെയ്യുക. And each element will be stored in index starting from 0. ഓരോ എലമെന്റും ഓരോ ഇൻഡെക്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് and it will start from 0. അതായത് suppose 1 4 5 5 2 6 6 7 is a list and first element 1 will be stored in the 0th index and the second element 4 will be stored in the first index and the third element 5 will be stored in the second index, like that. Okay, so in list each elements will be stored in the index value starting from 0. Next നമുക്ക് എങ്ങനെ ഒരു ലിസ്റ്റിനെ ascending orderൽ sort ചെയ്യാന്ന് നോക്കാം. Okay, suppose 1 4 5 5 2 6 6 7 ഇതൊരു ലിസ്റ്റ് ആണ് and it is stored in the variable a. a എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് നമ്മൾ ഈ ലിസ്റ്റിനെ സ്റ്റോർ ചെയ്തത്. Okay, അപ്പോൾ ഇതിൽ എന്താണ് 6ഉം 5ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അസെൻഡിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്കോ ചേഞ്ച് ചെയ്യുമ്പോൾ സെയിം നമ്പേഴ്സ് റിപ്പീറ്റേഷൻ പാടില്ല. അതായത് അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ലിസ്റ്റിനെ സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഒരു വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റിനെ സെറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് b ഈക്വൽ ടു സെറ്റ് ഓഫ് a. സോ ഈ ലിസ്റ്റ് സെറ്റ് ആയിട്ട് ചേഞ്ച് ആവും. സോ സെറ്റിൽ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് എലിമെന്റ്സിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെറ്റിനെ ലിസ്റ്റിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യും. സോ a ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് b. Okay, next is the sort function. Sort function is used to arrange elements in the ascending order. അതായത് smallest to largest. So sort function യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിനെ നമുക്ക് ascending ഓർഡറിലേക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയും. Okay. See, 1 2 4 5 6 7 ഇതില് മിക്സഡ് ഓർഡറിൽ നിൽക്കുന്ന നമ്മുടെ ഈ ലിസ്റ്റിനെ സോർട്ട് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത നമ്മൾ സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തതുകൊണ്ടാണ്. സോ സോർട്ട് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ലിസ്റ്റ് ഇൻ ടു ദ അസെൻഡിങ് ഓർഡർ. അതായത് ലിസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. a dot sort. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ഇൻഡെക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 0. ഈച്ച് എലമെന്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഇൻഡെക്സ്. സോ നമുക്ക് ഓരോ എലമെന്റിനെ അതിന്റെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്മോളസ്റ്റ് എലമെന്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിത് സോർട്ട് ചെയ്തു ആൻഡ് ദ ലിസ്റ്റ് ഈസ് ഇൻ ദ ascending order. So the first element will be the smallest element. So print smallest element is a of 0. അതായത് 0th ഇൻഡെക്സിലാണ് ഫസ്റ്റ് എലമെന്റ്. സോ ഫസ്റ്റ് എലമെന്റ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ്. സ്മോളസ്റ്റ് എലമെന്റ് ഇസ് 1. കറക്റ്റ് അല്ലേ? ഈ ലിസ്റ്റിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് 1 അല്ലേ? അപ്പൊ നമ്മൾ സോർട്ട് ചെയ്തപ്പം ഫസ്റ്റ് എലമെന്റ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ലാർജസ്റ്റ് എലമെന്റ് ആണ്. സോ നമ്മൾ ഇത് സോർട്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും ലാർജസ്റ്റ് എലമെന്റ്. സോ പ്രിന്റ് largest element is a of -1. ഏറ്റവും ലാസ്റ്റിലെ എലമെന്റ് നമുക്ക് -1 ഇൻഡെക്സ് നമ്മൾ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ -1 -2 -3 അങ്ങനെ ലാസ്റ്റ് മുതൽ ഇൻഡെക്സിലുള്ള എലമെന്റ്സിനെ നമുക്ക് -1 -2 -3 എന്നത് ഇൻഡെക്സ് വാല്യൂവിൽ ആക്സസ് ചെയ്യാൻ കഴിയും. Okay, so last element will be in the
minus 1th index. Okay. Largest element is 7. So ഇനി നമുക്ക് ഈ ലിസ്റ്റിനെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്യണം. അതായത് ലാർജസ്റ്റ് എലമെന്റ് ടു സ്മോളസ്റ്റ് എലമെന്റ്. ഓക്കെ, അതിന് നമുക്ക് റിവേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. See, 7, 6, 5, 4, 2, 1. ഓക്കെ, അതായത് നമ്മളിപ്പം സോർട്ട് ചെയ്തിട്ട് ലിസ്റ്റിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ചേഞ്ച് ചെയ്തു. ഈ അസെൻഡിങ് ഓർഡർ നേരെ റിവേഴ്സ് ചെയ്താൽ എന്താവും? ഡിസെൻഡിങ് ഓർഡറും. സെയിം തിങ് ആണ് നമ്മളിവിടെ ചെയ്തത്. എ ഡോട്ട് റിവേഴ്സ് ആൻഡ് ദെൻ പ്രിന്റ് എ. ഓക്കെ, ഇങ്ങനെയാണ് ഔട്ട് വരിക. 7, 6, 5, 4, 2, 1. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ അസെൻഡിങ് ഓർഡറിലേക്കും ഡിസെൻഡിങ് ഓർഡറിലേക്കും ചേഞ്ച് ചെയ്യാനും ഒരു സ്മോളസ്റ്റ് എലമെന്റിനെയും ലാർജസ്റ്റ് എലമെന്റിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാനും ചെയ്തു. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഇൻ ദ സ്പെസിഫിക് ഓർഡർ. സ്പെസിഫിക് ഓർഡറിൽ ഐറ്റംസിന്റെ കളക്ഷൻ ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളത് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റിലേക്ക് ലിസ്റ്റിനെ കൺവേർട്ട് ചെയ്തത്. എന്നിട്ട് നമുക്കത് ബാക്കി സോർട്ട് ഫംഗ്ഷൻസും റിവേഴ്സ് ഫംഗ്ഷൻസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ലിസ്റ്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സോർട്ട് ചെയ്തു. സോർട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ അസെൻഡിങ് ഓർഡർ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ സ്മോളസ്റ്റ് എലമെന്റും ലാർജസ്റ്റ് എലമെന്റും അതിന്റെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്തു. ദെൻ നമ്മൾ ഈ സോർട്ട് ചെയ്ത ലിസ്റ്റിനെ റിവേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസെൻഡിങ് ഓർഡർ ചെയ്തു. അതായത് സോർട്ട് ചെയ്തത് നമ്മൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയിരിക്കും സോർട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഉണ്ടാവുക. അതിനെ നേരെ റിവേഴ്സ് ചെയ്യുമ്പോൾ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആവും. അതെങ്ങനെയല്ലേ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലിസ്റ്റ് സോർട്ടിംഗ്, റിവേഴ്സ് ആൻഡ് ഹൗ ടു ഫൈൻഡ് ദി സ്മോളസ്റ്റ് എലമെന്റ് ആൻഡ് ലാർജസ്റ്റ് എലമെന്റ് ഇൻ എ ലിസ്റ്റ്. Hope you all understand. Thank you.